ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അമ്മാവൻ നിർബന്ധിച്ച് ഹരിയെ നിത്യയുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഹരി നിത്യയുടെ മുറിയിലേക്ക് പോകുന്നത് വീണ കാണുന്നു. നിത്യ ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണ്. നിത്യയുടെ അരികിൽ ചെന്ന് ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് ഹരി. ഇത് വീണ പുറത്തുനിന്നും കാണുന്നുണ്ടായിരുന്നു. ദേഷ്യത്തോടെയാണ് വീണ അത് കണ്ടു നിൽക്കുന്നത്. നിത്യയുടെ അരികിലിരിക്കുകയാണ് ഹരി. വളരെ വിഷമത്തോടെ തന്നെ ഹരി നിത്യയുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ഇതൊന്നും ബോധമില്ലാത്തത് കൊണ്ട് തന്നെ നിത്യ അറിയുന്നതുമില്ല. ഐ എം സോറി നിത്യ, ഈ ഒരു അവസ്ഥയിൽ താൻ എത്താൻ പാടില്ലായിരുന്നു. എനിക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല നമ്മുടെ മുമ്പിൽ സംഭവിച്ചത്. എല്ലാം ഒന്ന് നേരെയായിട്ട് ഞാൻ തന്നോട് സംസാരിക്കാം. ഇത്രയും പറഞ്ഞ് ഹരി ആ കൈ എടുത്ത് മാറ്റി. എന്നിട്ട് ഹരി അരികിൽ നിന്നും എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് നിത്യയുടെ മുകളിലുള്ള ആ ഒരു പുതപ്പ് നന്നായി പുതച്ചു കൊടുത്ത് ഹരി വിഷമത്തോടെ തന്നെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഹരി വരുന്നത് കണ്ട വീണ അവിടെ മറഞ്ഞു നിൽക്കുന്നു. വീണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്രയൊക്കെ നടന്നിട്ടും ഹരിയേട്ടന് അവളോടുള്ള സ്നേഹത്തിന് ഒരു കുഴപ്പമില്ല. നിത്യ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഈ വിവാഹം വീണ്ടും നടത്തും. അത് തടയാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. നിത്യയെ ഇല്ലാതാക്കിയേ പറ്റൂ എന്നൊക്കെയാണ് വീണ വിചാരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീണ നിത്യയുടെ മുറിയിലേക്ക് കയറി. ഇപ്പോഴും നിത്യ കണ്ണ് തുറന്നിട്ടില്ല. നിത്യയ്ക്ക് ട്രിപ്പ് ഇട്ടത് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്തിട്ട് വീണ ആ സിറിഞ്ചും ഒക്കെ ഊരി മാറ്റുകയാണ്. നിത്യയുടെ കയ്യിൽ നിന്നും ബ്ലഡ് താഴേക്ക് വീഴുന്നു. അത് കണ്ട് സന്തോഷിക്കുകയാണ് വീണ. ആ സമയത്താണ് അവിടേക്ക് ആരോ വരുന്ന ഒരു ശബ്ദം കേട്ടത്. വീണ പെട്ടെന്ന് അവിടെ മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സുജാതയും ശിവാനന്ദനും സുധിയും ഒക്കെയാണ് അവിടേക്ക് വന്നത്. നിത്യയുടെ ഈ ഒരു അവസ്ഥ അവർ കാണുന്നതുമില്ല. എഴുന്നേൽക്കാൻ കുറച്ചു നേരം വൈകുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് സുജാത. ഇവൾക്ക് വേണ്ടി മാത്രമാണ് ഏട്ടൻ ജീവിച്ചത്. അവസാനം എന്റെ കൈപിടിച്ച് പറഞ്ഞതാണ് ഇവൾക്ക് ഒന്നും വരാതെ നോക്കണമെന്ന്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ. അവസാനം ഇങ്ങനൊരു അവസ്ഥയിലായി പോയില്ലേ എൻ്റെ മോള് എന്നൊക്കെ സങ്കടത്തോടെ ശിവാനന്ദൻ പറയുന്നു. ഇപ്പോഴും ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരത് കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ നിത്യേച്ചിയുടെ ഈ ഒരു ജീവിതം കൂടുതൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ പോകുമെന്ന എനിക്ക് തോന്നുന്നത്. ഇത് ഇങ്ങനൊരു അവസ്ഥയിൽ പോയാൽ എനിക്ക് സുദ്ധി ടെൻഷനോടെ പറയുന്നു. വീണ മറിഞ്ഞു നിന്ന് അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ വശത്താണ് കയ്യിൽ നിന്നും ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ വശത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവരത് കാണുന്നതുമില്ലായിരുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് പോയി. രഘുവിന് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ രഘു ഇപ്പോൾ പോയിരിക്കുകയാണ്. സുധി ചോദിച്ച കാര്യം ഞാൻ പറയാം. എനിക്കറിയാം നിങ്ങളുടെ കൂടെ ഇവളെ അയച്ചാൽ നിങ്ങളെ അവർ പൊന്നു പോലെ നോക്കുമെന്ന്. പക്ഷേ എന്നാലും അവളുടെ ജീവിതം ഭദ്രമാകില്ലല്ലോ. ശിവാനന്ദന് തോന്നുന്നുണ്ടോ നിത്യയെ ഇതൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്? ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് ഹരിയെ ഇഷ്ടമാണ്. അത് ഞാൻ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീവന്റെ ചില ഒരു രീതികൾ കാണുമ്പോൾ അവൾക്ക് വിഷമം തോന്നും. ജീവൻ ഇടയ്ക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം തുടങ്ങിയേനെയായിരുന്നു. ആൻറ്റി പറയുന്നത് ആൻറ്റിയുടെ മകനാണ് എൻ്റെ പെങ്ങളുടെ ജീവിതത്തിന് തടസ്സം എന്നല്ലേ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ തടസ്സം നീക്കുമെന്ന് ഞാൻ പറഞ്ഞേനെ. സുജാത പറയുന്നു, അവൻ്റെ അമ്മയാണ് ഞാൻ, എന്നിട്ടും അവനെ കൊന്നാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. നിത്യമോൾക്ക് കാവലിരിക്കുമെന്ന് ഞാൻ സദാനന്ദേട്ടനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണടയുന്നത് വരെ ഞാനത് ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ മുന്നിലെ പ്രതിസന്ധി ജീവന്റെ ആ ഒരു പ്രശ്നം, അത് അവൾ തിരിച്ചറിയുന്നില്ല എന്നതാണ്. ഇനി എൻ്റെ മോൾക്ക് മനസ്സിലാകും. ദൈവം എൻ്റെ മോൾക്കത് മനസ്സിലാക്കി കൊടുക്കും. അതുവരെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. എനിക്ക് അവളെ ഹരിയെ മാത്രമേ ഏൽപ്പിക്കാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ജീവിതം എനിക്ക് അവൾക്ക് കൊടുക്കാനില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് എനിക്ക് ശിവാനന്ദൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, ഇല്ല, പെട്ടെന്ന് നടക്കില്ല, നമുക്ക് ക്ഷമിച്ചേ പറ്റൂ. നിത്യ ഹരിയെ ഏൽപ്പിച്ചാൽ പിന്നെ അവർക്കൊരു തടസ്സമായി നിൽക്കാൻ ജീവനെ ഞങ്ങൾ സമ്മതിക്കില്ല. അവനെയും കൂടെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും. അതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലൊതുക്കി അവളുടെ ചുറ്റിലും തന്നെ നിൽക്കണം നമ്മൾ. അവളെ തർക്കിപ്പിച്ച് വേദനിപ്പിക്കാതെ പതിയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അവളൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. ഇപ്പോഴും നിത്യയ്ക്ക് ബോധം വന്നിട്ടില്ല. ബ്ലഡ് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കയ്യിൽ നിന്നും. നിങ്ങൾ എനിക്ക് ഇപ്പോഴും ഒരു അതിശയമാണ്. ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളെ കൈയെടുത്ത് കുമ്പിടാൻ മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കഴിയുന്നുള്ളൂ. എല്ലാം സുജാത പറഞ്ഞതുപോലെ നടക്കട്ടെ. ഞങ്ങളെല്ലാത്തിനും കൂടെയുണ്ടെന്നും ശിവാനന്ദൻ പറയുന്നു. തുടർന്ന് എല്ലാവരും മുറിയിൽ നിന്ന് പോയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം വീണ നിത്യയുടെ അരികിലേക്ക് വന്നു. ബ്ലഡ് പോകുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വീണ. നീ ഇവിടെ കിടന്ന് ബ്ലഡ് പോയി ചാകത്തെ ഉള്ളടി, അവളുടെ ഒരു കല്യാണം ശരിയാക്കി തരാടി ഞാൻ. ഈ സമയം വീണ്ടും അവിടേക്ക് ആരോ വന്നു. വീണ്ടും വീണ മറഞ്ഞു നിൽക്കുന്നു. ഇത്തവണ ജീവനാണ് വന്നത്. മരുന്ന് വാങ്ങിയിട്ടാണ് ജീവന്റെ വരവ്. സന്തോഷത്തോടെ നിത്യയുടെ അരികിൽ നിൽക്കുകയാണ് ജീവൻ. ആ സമയത്താണ് താഴെ ഇങ്ങനെ ബ്ലഡ് പോകുന്നത് ജീവൻ കാണുന്നത്. പെട്ടെന്ന് ജീവൻ ഡോക്ടറെ വിളിക്കുന്നു. ജീവൻ വല്ലാത്ത ടെൻഷൻ ആവുകയാണ്. നിത്യ വിളിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് വരാമോ, വേഗം വാ എന്നൊക്കെ ജീവൻ പറയുന്നു. ഡോക്ടറും സിസ്റ്റർമാരും അവിടേക്ക് വന്നു. എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. വീണ മറഞ്ഞു നിന്ന് വീണ്ടും ഇത് കാണുന്നു. എന്താ പറ്റിയത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു, എനിക്കൊന്നും അറിയില്ല, മരുന്ന് വാങ്ങി ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ഡോക്ടർ. അപ്പോഴാണ് ഇത് കാണുന്നത്. ആ സമയം സുജാതയും അവിടേക്ക് വന്നു. എന്താ പറ്റിയത് എന്നൊക്കെ ടെൻഷനോട് ചോദിക്കുകയാണ് സുജാത.
ഹരിയും അവിടേക്ക് വന്നു. അത് ഡ്രിപ്പ് കയ്യിൽ നിന്നും ഇളകി. കുറച്ച് ബ്ലഡ് ലോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു. അത് കണ്ട് ടെൻഷൻ ആവുകയാണ് സുജാത. നീ എന്ന് ജീവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് സുജാത. ഞാൻ ഫാർമസിയിൽ നിൽക്കുകയായിരുന്നു. ഹരിയാണ് ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നത് എന്ന് സുജാത. ഹരി മൂളുകയും ചെയ്യുന്നുണ്ട്. ബ്ലഡ് കുറച്ച് നഷ്ടപ്പെട്ടുള്ളൂ, അതുകൊണ്ട് പേടിക്കാനില്ലെന്ന് ഡോക്ടർ. ആരെങ്കിലും കരുതിക്കൂടി ചെയ്തതായിരിക്കും ഡോക്ടർ എന്ന് സുജാത. ഇപ്പോൾ ജീവനെ നോക്കുകയാണ് ഹരി. പേഷ്യന്റിനോടൊപ്പം ആരെങ്കിലും ഒരാൾ ഇരുന്നാൽ മതിയെന്ന് ഡോക്ടർ പറയുന്നു. ഹരിയോട് പറയുകയാണ് നിത്യയോടൊപ്പം ഇവിടെ ഇരിക്കാൻ, ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നും സുജാത. ദേഷ്യത്തോടെ ജീവനെ നോക്കിയിട്ടാണ് സുജാത പോകുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.